പലരുടെയും ഫേസ്ബുക്ക് ഐ ഡി പല കാരണത്താൽ ഹാക്ക് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഇമെയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം ഹാക്കർമാർ, അല്ലെങ്കിൽ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഹാക്കർമാർ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡിയിൽ എന്ത് ചേഞ്ച് ചെയ്താലും നിങ്ങളുടെ ഹാക്ക് ചെയ്യപ്പെട്ട ആ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ ഹാക്ക്ഡ് ആയ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം യൂട്യൂബ് ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എടുത്തിരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ജസ്റ്റ് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നിങ്ങളുടെ ഹാക്ക്ഡ് ആയ ഫേസ്ബുക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ റിക്കവർ ചെയ്യാനോ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി ഫേസ്ബുക്ക് ഹെൽപ്പ് സെന്റർ എന്ന് ഇതുപോലെ നിങ്ങൾ സെർച്ച് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ഹാക്ക്ഡ് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. ഹാക്ക്ഡ് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് കാണുന്ന ഹെൽപ്പ് വിത്ത് ഹാക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് സംവൺ അക്കൗണ്ട് മൈ ആക്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് നോ ഐ ക്യാൻ ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. ആ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നിങ്ങൾക്ക് ഇതുപോലൊരു സെക്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത് വീണ്ടും ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നോ ആക്സസ് ഫോൺ ആൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഈ ഓപ്ഷൻ കൂടി ചൂസ് ചെയ്ത ശേഷം ഇനി നിങ്ങൾക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് ഹാക്ക്ഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക്. ഈ കാണുന്ന ഫേസ്ബുക്ക് ഹാക്ക്ഡ് എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുപോലൊരു ഇന്റർഫേസിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഹാക്ക് ചെയ്യപ്പെട്ട നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിന്റെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ടും അക്കൗണ്ട് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഫുൾ നെയിം തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫുൾ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ സെർച്ച് ഇമെയിൽ എന്ന് കൊടുത്ത ശേഷം ഇമെയിലിന്റെ സെക്ഷനിലായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഫുൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുമായിട്ട് മാച്ചുള്ള എല്ലാ അക്കൗണ്ടുകളും ഇവിടെ കാണിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ഈ ലിസ്റ്റിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് അവിടെ നിന്നും ഇതുപോലെ ചൂസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ട അക്കൗണ്ട് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു സെക്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് റിക്കവർ എന്ന് പറയുന്ന ഓപ്ഷൻ താഴെയായിട്ട് കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ആയി പോകുന്നത്. നിങ്ങൾക്ക് ട്രൈ അനദർ വേ എന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്ന ട്രൈ അനദർ വേ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഹാക്ക് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നിങ്ങളുടെ ഓൾഡ് ജിമെയിലും ഓൾഡ് ഫോൺ നമ്പറൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു ഫോൺ നമ്പറിലേക്കോ ആ ഒരു ജിമെയിലിലേക്കോ റിക്കവർ ചെയ്യേണ്ട ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നില്ല, ഈ ഒരു ഓപ്ഷൻ റിക്കവർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു മെത്തേഡിലും കൂടി നമുക്ക് അവിടെ നിന്ന് തന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണുന്ന നോട്ട് യു എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നിങ്ങൾ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഹാക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടിന്റെ പ്രൊഫൈൽ നെയിം ഫുൾ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു അക്കൗണ്ടിന്റെ ആ ഒരു ഹാക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടിന്റെ URL കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എന്നാണോ ഹാക്ക് ചെയ്യപ്പെട്ടത് ആ ഒരു ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, അതായത് അക്കൗണ്ടിൽ ഓൾഡായിട്ട് മുമ്പ് കൊടുത്തിരുന്ന ഫോൺ നമ്പർ, ഓൾഡായിട്ട് കൊടുത്തിരുന്ന ഇമെയിൽ, അതുപോലെ ഫേസ്ബുക്കിന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഇമെയിൽ കൊടുക്കണം. ഒരു പുതിയൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് വേണം കൊടുക്കേണ്ടത്. വേറെ ഏതെങ്കിലും ഫേസ്ബുക്കിലോ വേറെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ കൊടുത്തിരിക്കുന്ന ഒരു മെയിലും നിങ്ങൾ ഒരു കൺഫർമേഷൻ മെയിലായിട്ട് ഇവിടെ കൊടുക്കരുത്. പുതിയൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് തന്നെ ആ ഒരു മെയിൽ ഇവിടെ കൊടുക്കുക. ഞാൻ ഈ തരുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് നിങ്ങൾക്ക് ഐ ആം റിപ്പോർട്ടിംഗ് എന്ന് കാണാൻ സാധിക്കും. അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഐ ആം റിപ്പോർട്ടിംഗ് ചൂസ് ചെയ്ത ശേഷം ഇവിടെ നിങ്ങളുടെ നെയിം ചോദിക്കും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലീഗലായിട്ടുള്ള സ്ഥാപനം ഏതാണെന്ന് ചോദിക്കും. സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്ത ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്നൊക്കെ നിങ്ങൾ ഇവിടെ കൊടുത്താൽ മതി. അത് ജസ്റ്റ് അവിടെ ഒന്ന് കൺഫർമേഷൻ ചെയ്യാൻ ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലീഗലായിട്ടുള്ള സ്ഥാപനമാണോ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, അത് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ അഡ്വക്കേറ്റ് എന്നോ സൈബർ സെല്ലെന്നോ പോലീസെന്നോ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ കൊടുക്കുക. കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഇമെയിലും കൂടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത ആ പുതിയ ഇമെയിൽ വീണ്ടും കൊടുക്കുക. അതേ കൺഫേം ചെയ്യാൻ വേണ്ടി അതേ ഇമെയിൽ കൊടുക്കുക. താഴെയായിട്ട് ഹാക്ക് ചെയ്യപ്പെട്ട ആ ഒരു ഫേസ്ബുക്കിന്റെ URL ഒന്നും കൂടി കൊടുക്കുക. കാരണം കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണ്, മൈ അക്കൗണ്ട് വാസ് ഹാക്ക്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങളുടെ പേരും കൂടി എഴുതിക്കൊണ്ട് നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 to 40 ഡേയ്സിനുള്ളിൽ, അതായത് 7 ദിവസം മുതൽ 14 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ഇവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെയിൽ നിങ്ങളുടെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മെയിലിലേക്ക് ഫേസ്ബുക്ക് ടീം അയച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വെരിഫിക്കേഷൻ ചെയ്ത ശേഷം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് മെത്തേഡിലൂടെയും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ കമന്റ് നിങ്ങളുടെ ഫ്രണ്ട്സിൽ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചാനലും സബ്സ്ക്രൈബ് ഇതിലും നല്ലൊരു അറിവുമായി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.